ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്നുവരെ ജൂപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. മനുഷ്യജീവിതത്തെ ജെറ്റ് എഞ്ചിനോട് ഉപമിക്കാറുണ്ട്. മുൻപിലുള്ള വായുവിനെ വലിച്ചെടുത്ത് പിന്നിലേക്ക് തള്ളി വിമാനത്തെ കുതിച്ച് മുമ്പോട്ട് പോകുവാൻ സഹായിക്കുന്ന എഞ്ചിൻ അതിനുള്ളിലുണ്ട്. അതുപോലെ മുമ്പിലുള്ള പ്രതിബന്ധങ്ങളെ വലിച്ച് പിന്നിലേക്ക് തള്ളാനും ആ തള്ളലിൻ്റെ ശക്തി കൊണ്ട് തന്നെ മുമ്പോട്ട് കുതിക്കാനും നമുക്ക് ശക്തി പ്രദാനം ചെയ്യുന്ന ഒരു ഭാഗം മനുഷ്യരുടെ ഉള്ളിലുമുണ്ട്. അത് മനസ്സിലാക്കി ജീവിക്കുവാൻ കഴിയുന്നവർക്ക് ആകുല ചിന്ത, പാരവശ്യത്തിൽ നിന്നുള്ള വിടുതലും ജീവിതത്തിൽ തകർന്ന് അടിഞ്ഞു പോകുമോ എന്നുള്ള ഭയത്തിൽ നിന്ന് കരകയറാനും ഇടവരും. നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെങ്കിലും തമോഗർത്തങ്ങൾ അഥവാ ബ്ലാക്ക് ഹോൾസ് അവയെക്കുറിച്ചുള്ള അറിവുകൾ ലഭിച്ച് വരുന്നതേയുള്ളൂ. നക്ഷത്രങ്ങൾ എന്നാൽ സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങൾ എന്നാണ് നമ്മുടെ അറിവ്. എന്നാൽ ബ്ലാക്ക് ഹോൾസുകൾക്ക് പ്രകാശമില്ല എന്ന് മാത്രമല്ല, പ്രകാശമുള്ള നക്ഷത്രത്തെ വലിച്ചെടുത്ത് അതിലുള്ള പ്രകാശത്തെ നിഷ്പ്രഭമാക്കി ചൂടിനെ സൂക്ഷിക്കുന്ന ഒരുതരം ഗോളങ്ങളാണത്രേ. അവയെ അടുത്ത കാലങ്ങളിലായി ശാസ്ത്രലോകത്തിൻ്റെ ദൂരദർശിനികളിൽ കാണാറുണ്ട് എന്നും വായിച്ചു. ഇവയെക്കുറിച്ച് ബൈബിളിൽ യൂദയുടെ ലേഖനം 13-ാം വാക്യത്തിൽ പരാമർശമുണ്ട്. സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഭാഗം വായിക്കുമ്പോഴൊക്കെയും നരകത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഓടിയെത്തും. നരകം യാതനയുടെ സ്ഥലമാണല്ലോ. യാതനാസ്ഥലത്ത് കിടക്കുന്ന ധനവാൻ ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി ആഗ്രഹിച്ച് അപേക്ഷിക്കുന്നുണ്ട്. വെള്ളമില്ലാത്തതും ചൂടുള്ളതുമായ നരകത്തിൽ വെളിച്ചവുമില്ല എന്ന് ധനവാന്റെ അവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കാം. വെളിച്ചത്തിലിരിക്കുന്ന ലാസറിനെ ധനവാൻ കാണുന്നുണ്ട്. എന്നാൽ തൻ്റെ ചുറ്റുപാടുകളിലുള്ള ആരെയും ധനവാൻ കണ്ടതായി രേഖപ്പെടുത്തിയിട്ടില്ല. ആ കാലം വരെ ആരും യാതനാസ്ഥലത്ത് ചെന്നിട്ടില്ല എന്ന് പറയുവാൻ ഒക്കുമോ? അങ്ങനെ പറയാൻ കഴിയില്ല. അവിടെ കൂരിരുട്ടായതിനാൽ കാണാൻ കഴിഞ്ഞില്ല എന്ന് ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. അതിനുള്ള ന്യായം പുറപ്പാട് പുസ്തകം 10-21 മുതൽ 33 വരെയുള്ള വേദഭാഗം നമുക്ക് നൽകുന്നുമുണ്ട്. മിസ്രയീമിലുള്ള ജനത്തെ പല നിലയിലുള്ള ബാധകളാൽ പാഠം പഠിപ്പിച്ച് ദൈവത്തോട് മത്സരിക്കുന്നവരുടെ ഗതി ഇതാകും എന്ന് കാണിച്ചു കൊടുക്കുന്നതാണ് രംഗം. അതിൽ 9-ാമത്തെ ബാധയായി പറഞ്ഞിരിക്കുന്നത് സ്പർശിക്കത്തക്ക ഇരുൾ അയക്കുക എന്നതാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, മിസ്രയീം ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുൾ ഉണ്ടാകേണ്ടതിന് നിൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടുക. മോശെ തൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടി. മിസ്രയീം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക് കൂരിരുട്ടുണ്ടായി. 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല, ഒരാളും തൻ്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. ഈ ഇരുട്ട് സ്പർശിക്കത്തക്ക ഇരുൾ ആയിരുന്നു. ഇരുട്ടുകൊണ്ട് ബന്ധിച്ചതുകൊണ്ടാണല്ലോ ഒരാൾക്കും തൻ്റെ സ്ഥലം വിട്ട് എഴുന്നേൽക്കാൻ കഴിയാതെ വന്നത്. നരകത്തിലെ അവസ്ഥയും ഇങ്ങനെയാകാം. എത്ര ഭീകരം! ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെയാവുക, കട്ട പിടിച്ചിരിക്കുന്ന കൂരിരുട്ട് മൂലം ആരെയും കാണാൻ കഴിയാതിരിക്കുക, ഇരുന്ന ഇരിപ്പിൽ മുകളിലേക്ക് നോക്കി നിലവിളിക്കുകയല്ലാതെ ഒന്നും വയ്യാത്ത അവസ്ഥ. അതാണ് നരകം. ആ നരകവാരിധിയിൽ നിന്ന് വിടുതൽ കിട്ടിയവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അല്ലാത്തവർ മാനസാന്തരപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഭൂമിയുടെ അന്തർഭാഗം തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ ഉരുകി തിളച്ചുകൊണ്ടിരിക്കുന്ന ലാവ മർദ്ദം മൂലം പുറത്തേക്ക് ഒഴുകുവാൻ ഭൂമിയുടെ മേൽ മർദ്ദം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴുമുള്ള സമഫലമായി കട്ടുകുറഞ്ഞ ഭാഗം പൊട്ടി ലാവ പുറത്തേക്ക് ഒഴുകുന്നു. ആ പൊട്ടി ഒഴുകുന്ന പ്രക്രിയയെ അഗ്നിപർവ്വതം പൊട്ടുക എന്നാണ് അറിയപ്പെടുക. ലാവ കുറേ ദൂരത്തോളം ഒഴുകി കട്ടയാകുന്നു. ഒരു പ്രാവശ്യം പൊട്ടിക്കഴിഞ്ഞാൽ ആ സ്ഥലം അഗ്നിപർവ്വത സ്ഫോടന സാധ്യതയുള്ള സ്ഥലമായി വേർതിരിക്കപ്പെടും. ചില ഇടങ്ങളിൽ ആവർത്തിച്ച് ഈ സ്ഫോടനങ്ങൾ സംഭവിക്കാറും ഉണ്ട്. ഇങ്ങനെ വേർതിരിക്കുന്ന മേഖലകൾ ഡേഞ്ചർ സോൺ ആയി അറിയപ്പെടും. ആ ദേശത്ത് മനുഷ്യവാസയോഗ്യമല്ലാതായി തീരുകയും ചെയ്യാറുണ്ട്. തമോഗർത്തങ്ങൾ അവയിൽ തന്നെ ചൂട് സൂക്ഷിച്ച് വീർപ്പുമുട്ടി കഴിയുന്നു.
അഗ്നിപർവ്വതങ്ങൾ ലാവ പുറപ്പെടുവിച്ച് നാശം വിതയ്ക്കുന്നു. രണ്ടും അപകടകാരികളാണ്. താഴെ വീണാൽ ഉടഞ്ഞു പോകുന്ന സ്ഫടിക പാത്രം പോലെയാണ് മനുഷ്യജീവിതമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ താഴെ വീണാൽ റബ്ബർ പന്ത് പോലെ ഉയരത്തക്കവണ്ണമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. ജീവിതത്തെ സ്ഫടികപാത്രമാക്കാനും റബ്ബർ പന്താക്കാനും മനുഷ്യന് കഴിയും. അതിനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് സൃഷ്ടാവ് നൽകിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇതിൽ ഏതവസ്ഥയിലാണ് ആയിരിക്കുന്നത്? റബ്ബർ പന്തോ സ്ഫടികപാത്രമോ? ധനനായിരിക്കുന്ന പൗലോസിൻ്റെ വാക്കുകൾ ശ്രദ്ധാർഹമാണ്. ഫിലിപ്പിയ ലേഖനം 3:14 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ജെറ്റ് വിമാനത്തിൻ്റെ എഞ്ചിൻ പോലെ പ്രവർത്തിച്ചാൽ മുമ്പോട്ട് വേഗത്തിൽ കുതിക്കാൻ കഴിയും. വൈൻഡ് ചെയ്യുന്ന ക്ലോക്കുകളുടെ കാലം കഴിഞ്ഞു. ഇന്നെല്ലാം ക്വാർട്സ് ഐറ്റങ്ങളായി. ഇവ തമ്മിലുള്ള വ്യത്യാസം: ആദ്യത്തേത് മാൻ പവറിൽ പ്രവർത്തിക്കുന്നു, രണ്ടാമത്തേത് ശക്തി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയാൽ പ്രവർത്തിക്കുന്നു. മാൻ പവറിൽ ആശ്രയിച്ചാൽ മനുഷ്യന് മറിവ് വരാം, ശക്തി ക്ഷയിച്ചു എന്ന് വരാം, മടിപിടിച്ച് വൈൻഡിങ് താമസിച്ചു എന്നും വരാം. എല്ലാം ക്ലോക്കിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. ക്ലോക്ക് നിശ്ചലമായി എന്നും വരും. എന്നാൽ ബാറ്ററി പോലുള്ള പവർ ബാങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്ലോക്കിന് ഇടതടവില്ലാതെ പ്രവർത്തിക്കുവാൻ കഴിയും. അതിന് ശക്തിക്ഷയം വരികയില്ല. മനുഷ്യനെ ഘടിപ്പിക്കുവാൻ കൊള്ളാവുന്ന ശക്തിയുടെ സ്രോതസ് ഏതാണ്? സർവശക്തിയുള്ള ദൈവമായ കർത്താവാണ് അത് എന്ന് വെളിപ്പാട് പുസ്തകം 1:8 പറഞ്ഞിരിക്കുന്നു. അവിടുന്നാണ് ആദിയും അന്തവും ആയിരിക്കുന്നത്. എല്ലാ നാളും കൂടെയിരിക്കാം എന്ന് അരുളി ചെയ്തവനും അവിടുന്ന് തന്നെ. യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവൻ ആകയാൽ എല്ലാ നാളും കൂടെയുണ്ടാകും എന്ന് പറഞ്ഞതിന് അർത്ഥവും ഉണ്ട്. ആകയാൽ ഈ ശക്തി സ്രോതസ്സിൽ ജീവിതം ഘടിപ്പിച്ച് നിത്യജീവൻ പ്രാപിച്ച് നിത്യതയോളം ദൈവത്തോടുകൂടെ ഇരിപ്പാൻ ഏവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.